ഹേ ഗീസ്, ഇന്നത്തേതൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ അമ്മേനെയും ലിയൂസിനെയാണ് ഞാൻ കാണിക്കുന്നത്. ലിയൂസിന് ഫുഡ് വാരി കൊടുക്കുന്നതാണ് അമ്മ. ലിയൂട്ടിന് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോവലുണ്ട്, പക്ഷേ സ്റ്റേ ചെയ്യൽ കുറവാണ്. അപ്പം ഞാൻ 2 ദിവസം അവിടെ നിൽക്കാൻ പോയതാണ്. പിന്നെ ഞാൻ കിച്ചണിൽ കയറി ഫ്രിഡ്ജ് ഓപ്പൺ ആക്കിയപ്പോൾ കുറച്ച് ചിക്കൻ ബാലൻസ് ഉള്ളത് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓയിൽ യൂസ് ചെയ്യാതെ, ഒട്ടും ഓയിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ, ഓയിൽ യൂസ് ചെയ്യാതെ എങ്ങനെ ചിക്കൻ സുക്ക ഉണ്ടാക്കാമെന്നാണ്. ആദ്യം തന്നെ രസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ കറിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ രസം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നത്. അമ്മ ഉണ്ടാക്കുന്ന രസം ചിക്കൻ സുക്കി അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ അമ്മ ചിക്കൻ സുക്കയിൽ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എണ്ണയിൽ ഇങ്ങനെ വഴറ്റിയിട്ടെല്ലാമാണ് ചിക്കൻ സുക്ക ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ ഓയിൽ യൂസ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു രസം അമ്മ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് വരുന്നില്ല. ചില ആൾക്കാർ രസം ഉണ്ടാക്കുന്നതും ഈ ഐറ്റംസ് എല്ലാം എണ്ണയിൽ വഴറ്റിയിട്ടെല്ലാം ആക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അമ്മ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എല്ലാം കുക്കറിൽ ടൊമാറ്റോ ചില്ലി എല്ലാം ഒന്നിച്ച് ഇട്ടിട്ട് പൊടികളെല്ലാം ആഡ് ചെയ്തിട്ട് കുക്കറിൽ വേവിക്കുന്നതാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് എത്രയാലും വരുന്നില്ല. നമുക്കിങ്ങനെ ട്രൈ ആക്കി. അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ദെൻ ചിക്കൻ ഒരു 3-4 ടൈംസ് കഴുകിയെടുത്തതിന് ശേഷം ഏത് പാനിലാണോ നമ്മൾ കുക്ക് ചെയ്യുന്നത് അതിലേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ചിക്കന് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക് അതെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഐറ്റംസ് എല്ലാം നമ്മൾ നോർമലി വെക്കുമ്പോൾ നമ്മൾ ഓയിൽ വഴറ്റിയിട്ടാണ് നമ്മൾ അതിൽ ചിക്കൻ ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ചിക്കനിലേക്ക് തന്നെ ഈ ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മുളക് പൊടിയാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യൽ. ഇവിടെ മുളക് അരച്ച് വെച്ചതുണ്ടായിട്ടുണ്ട്, അപ്പോൾ അതും പിന്നെ മഞ്ഞൾപ്പൊടി, സാൾട്ട്, ചിക്കൻ മസാല കൂടി ആഡ് ചെയ്തു. അതിൻ്റെ ഇടയിൽ നമ്മൾ രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ദെൻ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചില ആൾക്കാർ വേവുമ്പോൾ ഇടുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതെല്ലാം സ്റ്റാർട്ടിങ് തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നത് മിക്സിയിലല്ല, ഞാൻ ഈ ഒരു ക്രഷ് ചെയ്യുന്ന ഒരു ജാറുണ്ടല്ലോ, അപ്പോൾ അതിലാണ് ഞാൻ റെഡിയാക്കിയത്. അപ്പോൾ ഈ ജാറിൽ എന്തായാലും നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാൻ പറ്റില്ല, ഈ ഒരു ക്രഷ് രൂപത്തിൽ മാത്രമേ നമുക്ക് കിട്ടൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ ഞാൻ ഗരം മസാലയും മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ എനിക്ക് വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ ഈ മസാലകളും ഈ ഐറ്റംസും എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 to 15 മിനിറ്റ്സ് നമുക്കിത് വെയിറ്റ് ചെയ്യാൻ വെക്കാം. ദെൻ ഞാൻ സാലഡും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എനിക്ക് രസം, സാലഡ്, ചിക്കൻ സുക്കാക്ക് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ചിക്കൻ കറി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ സാലഡും രസവും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചിക്കൻ സുക്ക മാത്രം ഒന്ന് റെഡിയായി കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്, ഓയിൽ യൂസ് ചെയ്തിട്ടാണോ അല്ലാണ്ട് ഉണ്ടാക്കുന്നവരുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ദെൻ ഞാൻ കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അമ്മയും അമ്മായിയെല്ലാം എന്ത് കുക്ക് ചെയ്താലും അപ്പം ക്ലീൻ ചെയ്ത് കിച്ചൺ ഭയങ്കര നീറ്റായിട്ട് വെക്കുന്നവരാണ്. അപ്പം ഞാൻ ഈ കുക്ക് ചെയ്തിട്ട് കിച്ചൺ കച്ചറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മോശമല്ലേ. അപ്പം ഞാനും അവർ ചെയ്യുന്ന പോലെ എല്ലാം ക്ലീൻ ചെയ്തെടുത്ത്, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ എല്ലാം ഏകദേശം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കുക്ക് ചെയ്യുന്നതിനേക്കാളും പാടുള്ളത് ഈ കിച്ചൺ അവസാനം കുക്ക് ചെയ്ത് കഴിഞ്ഞ് ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണെന്ന്. ഇതിപ്പോൾ അമ്മായിയെല്ലാണെങ്കിൽ ഇപ്പം ഞാൻ നീറ്റാക്കുന്ന അത്ര വലിയ നീറ്റൊന്നും ആയിട്ടാണ്. അമ്മായിയെല്ലാണെങ്കിൽ ഇതിനേക്കാളും നീറ്റാക്കി വെക്കുന്ന ഒരാളാണ്. കിച്ചൺ അപ്പം ഭയങ്കര ക്ലീനായിരിക്കും അമ്മായി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. എനിക്ക് ഈ ചിക്കൻ വെൽ കുക്ക്ഡ് ആയിരിക്കണം കേട്ടോ. ചില ആൾക്കാർ ഈ ചിക്കൻ മീഡിയം കുക്ക് ചെയ്തിട്ടെല്ലാം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഓർമ്മിച്ചത്, അയ്യോ അടിച്ചു വാരിയിട്ടാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത പാത്രെല്ലാം ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. അങ്ങനെ കിച്ചൺ ക്ലീനിങ് പരിപാടി ഉണ്ടായി. ദെൻ രസം പൗഡറിലോട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കണം. ഞാൻ പുളിയും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ കറിയിൽ ഞാൻ പെപ്പർ പൗഡർ ഞാൻ
ആദ്യം ആഡ് ചെയ്തിട്ടില്ല. അത് അവസാനം ആഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും ബെറ്റർ. ആ ഒരു ഫ്ലേവർ കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യം ആഡ് ചെയ്യുന്നതിനെക്കാട്ടിയും ലാസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന്. എന്നാലും മാത്രമേ നമുക്ക് ആ പെപ്പർ പൗഡറിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടും. അതിന് പിന്നെ പച്ചമണം ഉണ്ടാവില്ലല്ലോ, നമ്മത് എന്തായാലും വറുത്തിട്ടായിരിക്കും പൗഡർ രൂപത്തിലാക്കുന്നത്. അപ്പോൾ അത് ഞാൻ അവസാനം തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ചിക്കൻ കറിയുടെ ലാസ്റ്റ് പാർട്ടാണ്. ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് വലിയ ഉള്ളി എടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ചെറിയ ഉള്ളി ഉണ്ടായതുകൊണ്ട് അമ്മായി അധികം ചെറിയ ഉള്ളിയുടെ ആളാണ്. അമ്മായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ചെറിയ ഉള്ളി. അപ്പം ഞാനിവിടെ ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് തേങ്ങയും കറി ലീവ്സും കൂടി ഓയിൽ യൂസ് ചെയ്യാതെ വറുത്തെടുക്കുന്നുണ്ട്. ഇത് ശരിക്കും കുറച്ച് ബ്രൗൺ കളർ ആകുന്നതായിരിക്കും ടേസ്റ്റ്. ഞാനിത് പാനിലല്ല വറുത്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇരുമ്പ് ചട്ടിയിൽ വറുത്തെടുത്തുകൊണ്ട് തന്നെ അത് കുറച്ച് അടിയിൽ പിടിച്ച പോലെ ആയിന്. അപ്പോൾ ഞാനത് പെട്ടെന്ന് വാങ്ങിയിട്ടത് കറിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഞാൻ കൊറിയാൻഡർ ലീവ്സ് കൂടി ചിക്കൻ കറിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ സുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആണ്. അടിപൊളി ടേസ്റ്റാണ്. ഓയിൽ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ്.